ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ ഉലർത്താണ്. അതിനായി ആദ്യമേ തന്നെ നമ്മൾ മീൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ 250 ഗ്രാം ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ചൂരമീനാണ്. ചൂരമീനിൻ്റെ മുള്ളില്ലാത്ത ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പ് നിങ്ങളുടെ പാകത്തിന് ഉപ്പ് ചേർക്കണം. നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂണിൽ നിന്ന് കുറച്ച് കൂടുതൽ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നല്ലപോലെ കൈവച്ച് വിരവി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15-20 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇനിയാണ് നമ്മൾ ഇത് കൊണ്ടിട്ട് മീനുലർത്തുണ്ടാക്കാൻ പോകുന്നത്. ചട്ടി ചൂടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്കിപ്പോൾ പൊരിക്കാൻ ആവശ്യമായിട്ടുള്ളതിനേക്കാളും കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല, കാരണം ഇതേ എണ്ണയിൽ തന്നെ നമ്മളിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നമ്മളിനി മൊരിച്ചെടുക്കാം, ഒരുപാട് മൊരിക്കണ്ട. ഇനി നമുക്കിതൊന്ന് മറിച്ചു കൊടുക്കാം. ഇത്രയും മൊരിഞ്ഞത് മതിയാകും. നമുക്കിനി ഇതിനെ കോരി മാറ്റാം. ഒരുപാട് നമ്മൾ മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതില്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങൾ നോക്കാം. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 50 ഗ്രാം ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, 7 വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിപ്പോൾ 250 ഗ്രാം മീനിൻ്റെ അളവാണ്. നിങ്ങൾക്ക് മീനിൻ്റെ അളവ് മാറുന്നതിനനുസരിച്ചിട്ട് ഇതിലും അളവുകൾ മാറ്റണം. ഇനി നമ്മൾ വറുത്ത് കോരി മാറ്റിയ അതേ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ഇച്ചിരി ഒന്ന് വഴലുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ളതെല്ലാം തട്ടിക്കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിനെ നല്ലപോലെ വഴറ്റിയെടുക്കുക. നമുക്ക് ഈ ഒരു സമയത്ത് ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ മീനിലും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഉപ്പ് ചേർക്കുക. ഇത്രയും നമ്മളിപ്പോൾ വഴറ്റിയിട്ടുണ്ട്, ഇത്രയും മതിയാകും. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ഈ ഒരു പരുവത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നല്ലപോലെ ഉടഞ്ഞു കിട്ടണം. ഈ ഒരു സമയം തീ നല്ലപോലെ കുറച്ചിട്ടിട്ട് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് ഇതിൻ്റെ പച്ച ചുവ മാറ്റണം. ഈ ഒരു സമയം നമുക്ക് നമ്മുടെ പൊരിച്ചു വെച്ചിരുന്ന മീനിനെ എല്ലാം കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചു കൊടുക്കാം. ഇങ്ങനെ പൊടിച്ച ശേഷമാണ് നമ്മളത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുള്ളുള്ള മീനാണെങ്കിൽ നിങ്ങൾ ഈ പൊടിക്കുന്ന സമയത്ത് തന്നെ മുള്ളിനെ ഒന്ന് എടുത്ത് മാറ്റണം. ഇത്രയും മതിയാവും. നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതിനെ ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കണം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴേക്കും തന്നെ നമുക്കതിലേക്ക് നമ്മുടെ മീൻ തട്ടിക്കൊടുക്കാം. നമുക്ക് ഈ മീൻ തട്ടിക്കൊടുത്ത സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പനീർ പൊടിച്ചതോ ഊണ് പൊടിച്ചതോ അല്ലെങ്കിൽ ചിക്കൻ ഇതുപോലെ പൊടിച്ചിട്ടോ കൊഞ്ച് പൊടിച്ചിട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പോ കുരുമുളകോ എല്ലാം ചേർത്ത് കൊടുക്കാം കുറവുണ്ടെങ്കിൽ.
ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിനി മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മീൻ ഉലർത്ത് റെഡി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. നമ്മൾ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കി അതിലേക്ക് ഇത് വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ മീൻ ഉലർത്ത് റെഡി ആയിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ചോറിനോടൊപ്പം ചപ്പാത്തിയോടൊപ്പം ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നമുക്കിപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ ഉണ്ടാക്കി കാണിച്ചു തരാം. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കറിയായിട്ട് ഇത് കഴിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അകത്ത് കൂട്ട് നിറച്ച് ഉണ്ടാക്കാം. നമ്മളിപ്പോൾ അകത്ത് കൂട്ട് നിറച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം പരത്തി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മീൻ ഉലർത്ത് നമ്മൾ ഇതിലേക്ക് വച്ചു കൊടുക്കുകയാണ്. നമുക്കിങ്ങനെ മടക്കിയിട്ട് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. അവർ ഒരുപാട് ചപ്പാത്തിയൊക്കെ കഴിക്കും. നമ്മളിപ്പോൾ സാധാരണ ചപ്പാത്തിയെക്കാളും തീരെ നൈസാക്കി അല്ല പരത്തിയിരിക്കുന്ന ചപ്പാത്തി. ഇച്ചിരി കട്ടിക്കാണ് പരത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൂട്ട് വയ്ക്കുമ്പോഴേക്കും അത് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിനി ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ പകർന്നു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ഇതിലേക്ക് ഒഴിച്ച് അതിലേയും ചപ്പാത്തി ചുട്ടെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇനി ഇത് രണ്ട് സൈഡും നല്ല രീതിക്ക് മുരിച്ചെടുക്കണം. അപ്പം ഇത്രയും മതി. നമുക്ക് നമ്മുടെ ചപ്പാത്തി കോരി മാറ്റാം. നമ്മുടെ മീൻ ഉലർത്ത് നിറച്ച ചപ്പാത്തിയും നമ്മുടെ മീൻ ഉലർത്തും റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്